വൈഷ്ണവിയുടെ മ്ലാനതയ്ക്ക് എന്താണ് കാരണമെന്ന് തിരക്കുന്ന രേണുക. വൈഷ്ണവിയും രാഹുലും തമ്മിലുള്ള പ്രേമബന്ധത്തെപ്പറ്റി മുത്തശ്ശിയോട് പറയുന്ന ഉണ്ണി നമ്പൂതിരി. അത് കേട്ട് വിശ്വസിക്കാനാവാതെ മുത്തശ്ശിയും രേണുകയും. കല്യാണിയെ കാണാതായതിനെപ്പറ്റി നാഗമടത്ത് തറവാട്ടിൽ വന്ന് അന്വേഷിക്കുന്ന SI. കല്യാണി തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ചു പറയുന്ന മുത്തശ്ശി. മനക്കകത്ത് തറവാട്ടിലെ കുളത്തിൽ കല്യാണിയുടെ ശവം ഉണ്ണി കാണുന്നു. ഇനി തുടർന്ന് കാണുക. ഉണ്ണിയേട്ടാ, ചെന്ന് പറയും മുത്തശ്ശിയോട് നാഗദേവങ്ങൾ കല്യാണി കണ്ടെത്തി നൽകിയെന്ന്. ഉള്ളതാണോ ഉണ്ണിയേട്ടാ? അതെ, പക്ഷേ ജീവനോടല്ലെന്ന് മാത്രം. മനക്കിലെ പിന്നിൽ പൊട്ടക്കുളത്ത് കിടപ്പുണ്ട്, ചീഞ്ഞളിഞ്ഞ നിലയില്. ഉണ്ണിയേട്ടൻ എന്തായി പറയുന്നേ? മാറി, പച്ച മലയാളത്തിൽ പറഞ്ഞ മനസ്സിലായില്ലെന്നുണ്ടോ? വിശ്വാസമായില്ലെങ്കിൽ ശങ്കുണി നായരെ വിട്ട് അന്വേഷിപ്പിക്കേ, അപ്പം മനസ്സിലാവും സത്യാവസ്ഥ. എന്താ എന്താ മുത്തശ്ശി, നമ്മുടെ കല്യാണി എന്തു പറ്റി? തെക്കേ മനക്കിലെ പൊട്ടക്കുളത്തില്. ഉണ്ണി ഉണ്ണി, എന്താ നിനക്ക് പറ്റിയത്? വെറുതെ വേണ്ടാത്തൊന്നും പറയരുത്. ഞാൻ വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടില്ല. പൊട്ടക്കുളത്തിൽ ചത്തുമലന്ന് കിടക്കുന്നത് കണ്ണാലെ കണ്ടിട്ടാ വന്നത്. എന്റെ നാഗദേവതകളെ, ഉണ്ണി പറഞ്ഞത് സത്യമാകരുതേ. നാഗദൈവങ്ങള് ഒരു പോർല് പോലെ ഏൽപ്പിക്കാതെ കൊണ്ടുവരുന്നല്ലേ ഇത്തരം ദിവസം പറഞ്ഞു നടന്നത്. അതെ, അങ്ങനെ തന്നെ സംഭവിക്കും. നിന്റെ തലയ്ക്ക് നല്ല തളം വെക്കേണ്ട സമയമായി. ഞാൻ പറഞ്ഞത് വെറും വാക്കല്ല. കല്യാണിയെ മരിച്ച നിലയിൽ കണ്ടത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അയ്യോ, പോലീസും ആളുകളും വന്നു പോയിക്കൊണ്ടിരിക്കുക. അധികം വൈകാതെ ഇങ്ങോട്ട് വരും പോലീസ്. അയ്യോ, ശകുനി നേരെ, ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലെങ്കിൽ പോയി അന്വേഷിക്കുക. അപ്പം മനസ്സിലാവും കാര്യങ്ങള്. എന്റെ ധർമ്മദൈവങ്ങളെ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എന്റെ ഈശ്വരാ. മുത്തശ്ശി, 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 ഈ ശങ്കുണിയെ കുറച്ച് വെള്ളം എടുക്ക്. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി. മുത്തശ്ശി, 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 മുത്തശ്ശി. ഈശ്വര, എന്റെ നാഗദേവതകളെ, എന്റെ കുട്ടിക്ക് എന്താ ഉണ്ടായേ? മുത്തശ്ശി, മുത്തശ്ശി, സമാധാനായിട്ട് ഇരിക്കും മുത്തശ്ശി. ഞാനൊന്ന് വിളിച്ച് അന്വേഷിക്കാം. മുത്തശ്ശി, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച എങ്ങനെയാ എനിക്ക് സമാധാനായിട്ട് ഇരിക്കാൻ പറ്റുക? എന്റെ ദൈവങ്ങളെ, ഇമാതിരി കാര്യങ്ങൾ കാണാനും കേൾക്കാനുമായി എന്തിനാ ഞാൻ ജീവിച്ചിരിക്കണേ? എന്നെ അങ്ങോട്ട് വിളിച്ചൂടെ? മുത്തശ്ശി, പടിയേറ്റ് കാണാൻ വന്ന ആൾക്കിപ്പോ കാണാനും കേൾക്കാനും യോഗം ഉണ്ടായത് മരണവാർത്തയാ. ഞാൻ മുൻപ് പറഞ്ഞപ്പോ വൈഷ്ണവി ദേഷ്യപ്പെട്ടു. ഉണ്ണിയേട്ടൻ മുത്തശ്ശിയോടൊരു വർത്തമാനം അറിയിച്ചിട്ടുണ്ട്. അറിഞ്ഞോ കാര്യം? തെക്കേ മനക്കിലെ പൊട്ടക്കുളത്തില് ചത്തുമലച്ച് കല്യാണി കിടപ്പുണ്ടെന്ന്. എന്താ വിശ്വാസം വരണില്ലേ? ഉണ്ണിയേട്ടൻ തന്നെയാ മുത്തശ്ശി അറിയിച്ചേ. സത്യമാകോ അത്? എന്താ ദക്ഷിണ നീ പറയുന്നേ? വെറുതെ ഓരോന്ന് പറയല്ലേ.
ഇത് തന്നെയാ മുത്തശ്ശി ഉണ്ണിയേട്ടനോട് പറഞ്ഞത്. ഉണ്ണിയേട്ടൻ പൊളിവാക്ക് പറഞ്ഞതാന്നാ മുത്തശ്ശി ആദ്യം വിചാരിച്ചേ. ഉണ്ണിയേട്ടന്റെ തലയിൽ തള ഇടണോന്ന് വരെ പറഞ്ഞു. പക്ഷേ കാര്യം സത്യാന്ന് മുത്തശ്ശിക്കും ബോധ്യപ്പെട്ടു. തല കറങ്ങി വീണില്ലാന്നേ ഉള്ളൂ. ആ, എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം ലക്ഷണ സ്വപ്നം കണ്ടാളത് മറച്ചു വെച്ചതുകൊണ്ടാ. ഇല്ലത്തുള്ളവരോട് കടുത്ത പക കൊണ്ട് നടക്കുന്ന ദക്ഷയ്ക്ക് തന്നെയാകും കല്യാണി കൊന്നത്. സത്യാണോ ദക്ഷിണ ഈ പറയുന്നേ? ഞാൻ എന്തിന് കള്ളം പറയണം? ഉണ്ണിക്കെട്ടിൽ ഉണ്ണിയേട്ടനുണ്ട്. അനുജത്തിയോട് വല്ലാത്ത മമതയുള്ള ആളാണല്ലോ. ചെന്ന് ചോദിക്ക് കല്യാണിയെ പറ്റി. നാട്ടിലെ മുഴുവൻ വിവരങ്ങൾ അറിഞ്ഞു. പോലീസും ആളുകളും തെക്കേമനക്കിലെ പൊട്ടക്കുളത്തിന് ചുറ്റുമുണ്ട്. വൈകാതെ പോലീസ് ഇങ്ങ് എത്തും. എനിക്കുറപ്പാ പടിയേറ്റ് നടക്കാത്തതിന്റെ ദോഷഫലങ്ങളാ ഇതിന് കാരണം. സ്വപ്നം കണ്ടയാൾ അത് ഒളിപ്പിച്ചു വച്ചതിനുള്ള ശിക്ഷ അതിപ്പോ മരണത്തിൽ വരെ കൊണ്ടുചെന്നെത്തിച്ചു. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഉറക്കത്തിൽ വൈഷ്ണവി ഇറക്കിക്കൊണ്ടു പോയതും ഏതോ ദുഷ്ടമൂർത്തി തന്നെയാ. കൊല്ലാൻ, പക വീട്ടാൻ, പടിയേറ്റ് നടത്താതിരിക്കാൻ. സൂക്ഷിക്കണം. ഇനി ഇവിടുള്ളവർ മുഴുവനും സൂക്ഷിക്കണം. പലതും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ഊഴം ഉണ്ണിയേട്ടനാന്നാ എനിക്ക് തോന്നുന്നേ. ഇല്ല, ഉണ്ണിയേട്ടനൊന്നും പറ്റില്ല. വെറുതെ നാവെടുത്ത് ഓരോന്ന് വിളിച്ചു പറയല്ലേ. അതെങ്ങനെ വൈഷ്ണവിക്ക് പറയാനാകും? മുത്തശ്ശി വരെ പറഞ്ഞതല്ലേ കല്യാണിക്കൊന്നും പറ്റില്ലാന്നും ശിവനാഗങ്ങളെ സംരക്ഷിച്ച് കൂട്ടിക്കൊണ്ടുവരുമെന്നൊക്കെ. എന്നിട്ട് എന്തായി? ഒരു ശിവനാഗങ്ങൾക്ക് രക്ഷിക്കാനായില്ലേ കല്യാണിയെ? ഉണ്ണിയേട്ടന്റെ കഥയും ഇത് തന്നെയാകും. എന്താ അപ്പൊ ദക്ഷിണയ്ക്ക് വേണ്ടേ? കല്യാണിയുടെ കാര്യം അറിഞ്ഞ് മുത്തശ്ശി എല്ലാവരും വിഷമിച്ചിരിക്കുക. അതിനിടയിൽ ഓരോന്ന് പറഞ്ഞ് ഊതി പെരുപ്പിക്കല്ലേ. ഉണ്ണിയേട്ടനെന്നല്ല ഇവിടെ ആർക്കും ഒന്നും പറ്റാൻ പോടില്ല. അത് ശരി, ഞാനിപ്പോ ഊതിപ്പെരിപ്പിച്ചതാണെന്നാണോ രേണുവെടുത്തി പറയുന്നേ? സംഭവിച്ച കാര്യല്ലേ പറഞ്ഞുള്ളൂ. കല്യാണി മരിച്ചു കിടക്കുന്ന കാര്യം ഉണ്ണിയേട്ടൻ തന്നെയല്ലേ വന്ന് പറഞ്ഞത്? അത് കളവല്ലല്ലോ. പടിയേറ്റ് നടക്കാത്തതിന്റെ ദുർനിമിത്തങ്ങളാണെന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഭട്ടതിരി സ്വപ്നദർശനം കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് തുറന്നു വെളിപ്പെടുത്താത്ത ആളുടെ തെറ്റുകൊണ്ടാ ഇതുപോലെ ഓരോന്നും സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് വലിയ കുറ്റമാണോ? കുറ്റം കുറവൊന്നും ഇപ്പൊ ഗണിക്കാൻ നിൽക്കണ്ട. അതൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. മുത്തശ്ശി വല്ലാത്ത വിഷമത്തില. കല്യാണി ഈ ഇല്ലത്ത് ജനിച്ചതല്ലെങ്കിലും ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാ. മരണ വീടിന് തുല്യ ഇപ്പൊ ഈ ഇല്ലം. അത്രേ ഞാനും പറഞ്ഞുള്ളൂ. ഒരു മരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു, അതും ഈ ഇല്ലത്ത്. ഇനിയും ദുർമരണങ്ങൾ നടക്കും മുൻപ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. സ്വപ്നം കണ്ടയാൾ അത് വിളിച്ചു പറയട്ടെ. അതോടെ തീരുമല്ലോ മുഴുവൻ പ്രശ്നങ്ങളും. ഇല്ലെങ്കിൽ ഇനിയും നടക്കും മരണങ്ങൾ. അതിനെ തടുക്കാൻ നാഗമഠത്തെ കാത്തുരക്ഷിക്കുന്ന ശിവനാഗങ്ങൾക്ക് പോലും കഴിയില്ല. എന്റെ പരദേവതകളെ, കുഞ്ഞുകുട്ടി പരീക്ഷിക്കപ്പെട്ട് തളർന്നിരിക്കണു. എന്റെ നിഴലായി കൂടെ നടന്നിരുന്ന കുട്ടിയാ കല്യാണി. സഹിക്കാൻ കഴിയണില്ല. ഉറക്കത്തീന്ന് എണീപ്പിച്ചു കൊണ്ടുപോയപ്പോ എന്താ എന്റെ കുട്ടിയെ കാത്തുരക്ഷിക്കാഞ്ഞേ? ഏത് ബാധകളാ എന്റെ കല്യാണിയെ കൊലപ്പെടുത്തിയത്? പറ, എല്ലാം ഞാൻ അറിയട്ടെ. എന്റെ കുട്ടിയെ കൊന്നത് ഏത് ബാധയായാലും ഞാൻ ക്ഷമിക്കില്ല. എന്റെ നാഗത്താമാരെ കാത്തോളണേ. എല്ലാത്തിനും ഒരു മാർഗം ഉണ്ടാക്കി തരണേ. മുത്തശ്ശി, കല്യാണി മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയണില്ല. കൊന്നത്
ഏതെങ്കിലും ബാധകളാണെങ്കിൽ ഇനിയിപ്പോ എന്താ ചെയ്യാൻ കഴിയാ? ചെയ്യണം. എന്റെ കുട്ടിയുടെ ജീവൻ എടുത്തത് സാക്ഷാൽ തക്ഷകയാണെങ്കിൽ പോലും ഞാൻ വിടില്ല. ഇനിയിപ്പോ മുത്തശ്ശി പറഞ്ഞ പോലെ ദക്ഷകയെങ്ങാനും മോചിക്കപ്പെട്ടിട്ടുണ്ടാകോ? എനിക്കും പേടി തോന്നുന്നു. ദക്ഷിണ വീണ്ടും വീണ്ടും ദക്ഷകിന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? തനിക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഇല്ലത്തേക്ക് തിരിച്ചു പോയാ പോരെ? അതെങ്ങനെ രേണുവെടുത്തി? ഇവിടുന്ന് പുറത്തു പോകുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവുന്നുണ്ടല്ലോ. ആ സ്വാതി ഇവിടുന്ന് പോകുമ്പോഴല്ലേ അപകടത്തിൽപ്പെട്ടത്. ഭാഗ്യം കൊണ്ടാ സ്വാതി രക്ഷപ്പെട്ടത്. എന്റെ ഈശ്വര. എന്തായാലും ഇല്ലത്തിനുള്ളിൽ കയറി ഉപദ്രവിക്കാനൊന്നും ഒരു ബാധയും മുതിരില്ല. മാത്രമല്ല ദക്ഷകിക്ക് മോചനം കിട്ടിയിട്ടില്ല. കിട്ടിയാലും നാഗമഠത്തിനകത്ത് കയറാൻ പറ്റില്ലല്ലോ. ഇല്ല, പറ്റില്ല. നാഗമടത്ത് കയറി ഒരിക്കലും ദക്ഷകിക്കെന്നല്ല ഒരു ബാധയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. ഈശ്വര, എന്റെ കല്യാണിന്റെ ആത്മാവിന് ശാന്തി കൊടുക്കണേ. ഇത് തൊട്ടോളൂ, ഇനി ഒന്നിനും പേടിക്കേണ്ടി വരില്ല. വേണ്ട മുത്തശ്ശി. അതെന്താ കുട്ടിയെ? അല്ല, ഞാൻ കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ. കുളി കഴിഞ്ഞിട്ടാവാം. ഓർത്തിട്ട് സഹിക്കാൻ പറ്റണില്ല കുട്ടിയെ. കുഞ്ഞനാളിൽ ഇല്ലത്ത് വന്ന കുട്ടിയാ കല്യാണി. അവൾ ഇല്ലത്തുള്ളപ്പോ ഒന്നും അന്വേഷിക്കണ്ട, എല്ലാം അറിഞ്ഞ് ചെയ്തോളൂ അവള്. ഇനി എന്നെ മുത്തശ്ശിന്നും വിളിച്ച് എന്റെ പിന്നാലെ തൂങ്ങി നടക്കാൻ ആരാ ഉള്ളത്? എനിക്കിനി ആരാ ഉള്ളത്? എന്റെ നാഗത്താമാരെ. ഞാൻ പറഞ്ഞല്ലോ അന്ന്, മിസ്സിംഗ് വിവരം മറച്ചുവെച്ചതിന്റെ ഗൗരവം കല്യാണി മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥിതിക്ക് കാര്യങ്ങൾ വഷളാകും. എന്തുകൊണ്ട് കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചില്ല എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം കിട്ടിയേ പറ്റൂ. മരണം ആത്മഹത്യയല്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇല്ലത്തുള്ളവർ സംശയത്തിന് നിഴലിലാവും. ഞങ്ങൾ എന്ത് ചെയ്തു പറയണേ? ആ കുട്ടി ഞങ്ങളെ കുട്ടിയാ. അവളെ ഇല്ലത്തുള്ള ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാ. അന്വേഷണത്തോട് സഹായിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാ. കല്യാണിയുടെ മരണകാരണം ഞങ്ങൾക്കും അറിഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള സൂചനയുണ്ടോ? ആരെങ്കിലും സംശയമുണ്ടോ? കല്യാണിയെ കൊന്നത് ഏതോ ദുർമൂർത്തിയാണെന്ന് എന്റെ മനസ്സ് പറയണത്. മുത്തശ്ശി അങ്ങനെയൊക്കെ പറയും. ഒരു ദുർമൂർത്തിക്കും ജീവിച്ചിരിക്കുന്ന ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയില്ല. അങ്ങനൊരു ശക്തികൾ ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു വെട്ടിത്തര. ഉണ്ണി, നാഗമടത്തെ സന്തതിയാണ് നീ. വേദം പഠിച്ച് വിധിപ്രകാരം ഉപനയനം കഴിഞ്ഞ ആള്. ഈശ്വരനുണ്ടെന്നുള്ളത് വെട്ടിത്വമാണോ? ഈശ്വരനുണ്ടെങ്കിൽ ദുർമൂർത്തികളും കാണും. ആ മൂർത്തികളെ തടയാൻ എന്താ മുത്തശ്ശിയുടെ സപ്മൂർത്തികൾക്ക് കഴിയാത്തത്? ഇവൻ പറയുന്നൊന്നും കാര്യാക്കണ്ട. നിഷേധിയ, പരമ നിഷേധി. നിങ്ങൾ അന്വേഷിക്ക്. നിങ്ങളുടെ അന്വേഷണത്തിന്റെ ഇടയില് ഈ മുത്തശ്ശി പറഞ്ഞ സംശയം കൂടി കണക്കിലെടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. മുത്തശ്ശി പറയുന്നതിലും കാര്യമില്ലാതില്ല. നാഗമഠത്ത് പടിയേറ്റ് നടക്കും മുൻപ് സാധാരണ ദുർനിമിത്തങ്ങൾ പലതും നടന്നതായി പറഞ്ഞും കേട്ടു അറിവുണ്ട്. ഇല്ലത്ത് പൂജാരനുണ്ടാകാതിരിക്കാൻ മുത്തശ്ശി പറഞ്ഞതുപോലുള്ള ദുഷ്ടശക്തികൾ ശ്രമിക്കും. ഇവിടെ നിന്ന് പോയ സ്വാതി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് അപകടം പറ്റി. ഈ ഇരിക്കുന്ന വൈഷ്ണവി തന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്ന് പുറത്തു പോവാൻ നോക്കി. അതിന്റെയൊക്കെ അർത്ഥം എന്തൊക്കെയോ ഇല്ലത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്നാ. ഒരു മണ്ണാങ്കട്ടയില്ല. സ്വാതിക്ക് അപകടം പറ്റിയത് അശ്രദ്ധ കൊണ്ട് വണ്ടി ഓടിച്ചിട്ട്. വൈഷ്ണവി ഇറങ്ങി നടന്നത് എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടായിരിക്കും. ഇല്ലത്തുള്ളവരല്ലാതെ കല്യാണിയെ കാണാതായ ദിവസം ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലത്തെ അംഗങ്ങളല്ലാത്ത ഈ കുട്ടി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടി ഏതാ? പടിയേറ്റിന് വന്നതാ. തായ്വഴി പെട്ടതാ. പടിയേറ്റ് കാണാൻ തായ്വഴിപ്പെട്ടവർ സാധാരണ വരാറുണ്ട്. ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ വരേണ്ടി വരും. പാടോ.
മുത്തശ്ശി ഇത്. മുത്തശ്ശി ഇങ്ങനെ തളർന്നാ പിന്നെ ഞങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താവും? ഞങ്ങളുടെ ശക്തി എന്ന് പറയണത് മുത്തശ്ശിയാ. പോലീസും പട്ടാളവും നാഗമടത്ത് കയറി ഇറങ്ങി നടക്കേണ്ട അവസ്ഥ. നമ്മളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചതല്ലേ കല്യാണി? ആ കല്യാണിയുടെ മരണത്തിന്റെ പേരിൽ നാട്ടുകാർ അതും ഇതൊക്കെ പറയാനും തുടങ്ങും. എല്ലാത്തിനും മീതെ ഉണ്ണിയുടെ കുറ്റപ്പെടുത്തലും. ആചാരങ്ങളെ പോലെ ഇപ്പൊ വെല്ലുവിളിച്ചു തുടങ്ങിയിരിക്കണോ? വെല്ലുവിളിച്ച സമയത്ത് കുഞ്ഞുകുട്ടി എന്തെടുക്കുകയായിരുന്നു? കാരണത്തിനായിട്ട് കൊടുക്കായിരുന്നില്ലേ? ഉള്ളത് പറഞ്ഞ കാരണത്തടിച്ച് ഒതുക്കുന്നതാണ് മുത്തശ്ശ ശരി. മുത്തശ്ശൻ അതാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ അടിച്ചോ, അടിച്ചു കൊല്ല്. മിണ്ടാതിരുന്ന നീ. മുതിർന്നവർക്ക് നേരെയുള്ള നിന്റെ ഈ ചെയ്തികള് അതിര് കടക്കുന്നുണ്ട്. ശിക്ഷിക്കാൻ അറിയാഞ്ഞിട്ടല്ല, നേരും നെറിയില്ലാത്ത ജന്മങ്ങളെ തൊട്ടാൽ അശുദ്ധാകും. മുത്തശ്ശി ഒന്ന് നിർത്ത്. മതി ശകാരം തല്ലലും കൊല്ലലും ഒക്കെ മടുത്തു. ഇത്തിരി മനസമാധാനത്തിനാ ഇല്ലാത്ത അവധി ഉണ്ടാക്കി ഓടി വന്നത്. ഇവിടെയാണെങ്കിൽ നിത്യവും പ്രശ്നങ്ങളുമാ. മനസമാധാനം ഇല്ലയോന്ന് വെച്ചാ വൈഷ്ണവിക്ക് ബാംഗ്ലൂരിലേക്ക് പോവാം. മുത്തശ്ശൻ പറയുന്നതിന് എതിര് പറയണ്ട. ഉണ്ണിയേട്ടനെ ശകാരിക്കുന്നതിന് നീ ഇടപെടണ്ട. ഇടപെടണമല്ലോ ഇവള്. ഇവനാണല്ലോ ഇപ്പൊ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിന്റെ കൂറ് കാണും നേരാങ്ങളയോട്. ഏട്ടാ മതി, എല്ലാവരും ഒന്ന് നിർത്ത്. കുഞ്ഞുകുട്ടി, ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. നമ്മളായിട്ട് കല്യാണിയുടെ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. കല്യാണിയെ കൊന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് അന്വേഷിക്കാതെയും പോലീസിൽ അറിയിക്കാതിരുന്നതും തെറ്റാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് നിർത്തുക. വീണ്ടും വീണ്ടും വിശ്വാസങ്ങൾ എതിർത്ത് വലിയ ആളാവണ്ട. പോലീസിന്റെ മുമ്പിൽ വെച്ച് ചീത്ത പറയണ്ടല്ലോ എന്ന് കരുതി വായടച്ച് നിന്നതാ. നാഗമടത്തില്ലത്തിന്റെ എല്ലാ പെരുമയ്ക്കും കാരണം ഇവിടെയുള്ളവരുടെ അടിയുറച്ച വിശ്വാസം കൊണ്ട് തന്നെയാ. 10 തലമുറ കഴിഞ്ഞാലും ഈ പേരും പെരുമയും നിലനിൽക്കുക തന്നെ ചെയ്യും. പോലീസിനോട് ദുർബാധകളെ സംശയിക്കണമെന്ന് പറഞ്ഞത് ഉൾവിളി വന്നിട്ടാ. നാഗദേവതകൾ കാണിച്ചു തന്നതാ. ഏതോ ദുഷ്ടശക്തികളാ എന്റെ കല്യാണിയെ കൊന്നത്. ഇവിടുത്തെ അംഗങ്ങളെ തൊടാൻ കഴിയാതെ വന്നപ്പോ കല്യാണി വകവരുത്തി. ഏട്ടാ, നിക്കൊരു തോന്നല്, മുത്തച്ഛൻ കാവിൽ തളച്ചിട്ടിരിക്കുന്ന ദക്ഷയ്ക്ക് പുറത്തിപ്പ ചാടിയോന്ന്. ആ ഭട്ടതിരിയെ വിളിച്ച് ഇപ്പോഴത്തെ അവസ്ഥകൾ ഗണിച്ചൊന്നറിയണം. ഭട്ടതിരി വിദേശത്തുനിന്ന് തിരിച്ചെത്താൻ താമസമുണ്ടെന്ന് വെച്ചാ പരിയാൻ പറ്റിയ കൃഷ്ണനെ വിളിക്കുക. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ദക്ഷയ്ക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? പൂർവികര് അത്രയ്ക്ക് കേമായല്ലേ ദക്ഷയ്ക്ക് തളച്ചിട്ടുള്ളത്. തളച്ചത് എല്ലാ അർത്ഥത്തിലും ശക്തമായ നിലയിൽ തന്നെയാ. പക്ഷേ ചങ്ങലക്കണ്ണിയിൽ നിന്നും രക്ഷപ്പെടാൻ പെടാപ്പാടുപെടുന്ന ദുർമൂർത്തിക്ക് രക്ഷപ്പെടാൻ സഹായിയായി പലരും ഉണ്ടാവൂല്ലോ. അങ്ങനെ ദക്ഷയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ ആദ്യം എന്നെ കൊല്ലട്ടെ. ദുർമൂർത്തികളുടെ ശക്തി എനിക്കൊന്നും അറിയണമല്ലോ. വായടക്കടാ. ദക്ഷയെ പറ്റി നിനക്കൊരു ചുക്കും ചുണ്ണാൻ പറയില്ല. വേദങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രമായില്ല, സാധന ഉണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. കുഞ്ഞുകുട്ടി, നീ കുറച്ച് വിശ്രമിക്ക്. മനസ്സൊന്ന് ശാന്തമാക്ക്. ദക്ഷയെ കുറിച്ച് അറിയാൻ പ്രശ്നം വെപ്പിക്കാം. ഉണ്ണിയേട്ടന് മരിക്കാൻ പേടിയില്ലേ? ജീവിതത്തിൽ ഇതുവരെ പേടിയെന്ന് പറഞ്ഞ സാധനം എനിക്ക് ഉണ്ടായിട്ടില്ല. ദക്ഷയ്ക്ക് രക്ഷപ്പെട്ടു വന്ന ഉണ്ണിയേട്ടനെ കൊല്ലാൻ നോക്കിയാലോ? ഇങ്ങ വരട്ടെ കൊല്ലാൻ.